എല്ലാ പ്രിയപ്പെട്ടവർക്കും ദ ഗുഡ് ന്യൂസ് ലൈവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. റഷ്യ യുക്രൈൻ വാർ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പടിക്കലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. ലോകരാജ്യങ്ങളും ലോക ജനതയുമൊക്കെ വളരെ സശ്രദ്ധയോടെയാണ് ഇപ്പോൾ റഷ്യ യുക്രൈൻ വാറിനെ നോക്കിക്കാണുന്നത്. റഷ്യ യുക്രൈന്റെ മണ്ണിൽ അതിശക്തവും മാരവുമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, യുക്രൈന്റെ തന്ത്രപ്രധാനപരമായിട്ടുള്ള പല നഗരങ്ങളും ഇപ്പോൾ റഷ്യ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം സാഹചര്യം നാറ്റോ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയം നൽകുന്നതും വളരെ ആശങ്കാജനകവുമാണ്. അതുകൊണ്ട് തന്നെ നാറ്റോയുടെ ശക്തികൾ ഏതു നിമിഷവും റഷ്യ തങ്ങളെ ആക്രമിക്കും എന്നുള്ള ഭയപ്പാടിലാണ്. അപ്പോൾ തന്നെ ഈ യുദ്ധം പുരോഗമിക്കുമ്പോൾ തന്നെ റഷ്യക്ക് ഒരുപാട് തരത്തിലുള്ള നഷ്ടങ്ങൾ ഈ യുദ്ധത്തിലൂടെ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ടുകളെല്ലാം നമുക്ക് തിരയാൻ പോയാൽ ലഭ്യമാണെങ്കിലും അതിനെപ്പറ്റി ലോകത്തിന് ഇന്ന് വലിയ രീതിയിലുള്ള ഗ്രാഹ്യമില്ല, അല്ലെങ്കിൽ അറിവില്ല എന്നുള്ളതാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയിരിക്കുന്ന അതിഭീമമായ നഷ്ടങ്ങളാണ്. ഈ നഷ്ടങ്ങളിലേക്ക് റഷ്യയെ കൊണ്ടുവന്ന് എത്തിച്ചത് യുദ്ധത്തിന്റെ തുടക്കത്തിൽ 2022 ഫെബ്രുവരി 24 റഷ്യ യുക്രൈനെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ റഷ്യ മുൻകൂട്ടി കണ്ടിരുന്നത് ഒരു കരയാക്രമണത്തിലൂടെ യുക്രൈനെ അതിവേഗത്തിൽ, വ്യോമാക്രമണം നടക്കുന്നുണ്ട്, ഒപ്പം തന്നെ കരയാക്രമണത്തിലൂടെ വലിയൊരു സൈന്യത്തെ അയച്ചുകൊണ്ട് യുക്രൈനെ പിടിച്ചടക്കാം. ആദ്യഘട്ടത്തിൽ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ യുക്രൈനെ പരിപൂർണമായിട്ട് തന്നെ കീഴടക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു റഷ്യയുടെ യുദ്ധതന്ത്രം. പക്ഷെ അവരുടെ പ്രതീക്ഷകളെല്ലാം തന്നെ പാളി എന്ന് മാത്രവുമല്ല, അതിഭയാനകമായിട്ടുള്ള നഷ്ടം. ഒരു രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ പരമാവധി നഷ്ടങ്ങൾ കുറച്ചുകൊണ്ട് ശത്രു രാജ്യത്തിന് കനത്ത പ്രഹരം ഏൽപ്പിക്കുക എന്നുള്ളതാണ് യുദ്ധത്തിൽ വിജയിക്കുക എന്ന് നമ്മൾ പറയാം. അല്ലാതെ ആ രാജ്യത്തിന്റെ മിലിറ്ററി റിസോഴ്സസ് ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എതിർ രാജ്യത്തെ ആക്രമിക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരം എന്ന് മാത്രവുമല്ല, ഒരു തരത്തിൽ പറഞ്ഞ യുദ്ധപരാജയം തന്നെയാണ്. അത്തരം പരാജയപ്പെട്ട യുദ്ധതന്ത്രങ്ങളിൽ പരാജയപ്പെട്ട ഈ റഷ്യ ഈ വാറിൽ നിന്ന് പഠിച്ച കുറെ പാഠങ്ങളുണ്ട്. സ്ട്രാറ്റജിക്കലി അവർക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നു. റഷ്യ അത്തരം രീതിയിൽ പ്രാഥമികമായിട്ടുള്ള ഒരു തിരുത്തൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ആ തിരുത്തൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോഴാണ് ശരിക്കും പറഞ്ഞ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മുന്നേറാൻ വേണ്ടി തുടങ്ങിയത്. വലിയൊരു പടുകൂറ്റൻ കോൺവോയ് ഒക്കെ അയച്ചുകൊണ്ട് റഷ്യ യുക്രൈനെ കീഴ്പ്പെടുത്താൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചപ്പോൾ നിസാരമായ ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് റഷ്യയുടെ ടാങ്കുകളെയും അതേപോലെ ആംഡ് വെഹിക്കിൾസിനെയൊക്കെ നിഷ്പ്രയാസം യുക്രൈൻ തകർത്തത് അത് വലിയ രീതിയിലുള്ള കനത്ത തിരിച്ചടിയായിരുന്നു യുദ്ധത്തിൽ റഷ്യക്ക് നൽകിയത്. റഷ്യ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒന്ന് പതറിപ്പോയി എന്ന് തന്നെ പറയാം. അങ്ങനെ സംഭവിച്ചപ്പോൾ റഷ്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ സ്ട്രാറ്റജി മാറ്റി. മാത്രവുമല്ല, ഈ യുദ്ധം നയിച്ചുകൊണ്ടിരുന്ന പല ജനറൽമാരെയും റഷ്യ മാറ്റിയതായിട്ട് നമുക്ക് ഈ യുദ്ധ കാലയളവിൽ വാർത്തകൾ ലഭ്യമായി, റിപ്പോർട്ടുകൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിങ്കടൽ ഫ്ലീറ്റിലെ പ്രധാന ഫ്ലാഗ്ഷിപ്പ് മോസ്കോവ് തകർക്കപ്പെട്ടു. റഷ്യയുടെ ടാങ്കുകളും നിരവധിയായിട്ടുള്ള ഫൈറ്റർ ജെറ്റ്സുകളും സൈനിക കേന്ദ്രങ്ങളും ഒക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു സ്ഥിതി വിവര കണക്ക് നൽകുന്ന ഒരു വീഡിയോ നമ്മൾ തുടർന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആരോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും ചെയ്തേക്കുക എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കട്ടെ. അപ്പൊ ഇങ്ങനെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ റഷ്യക്ക് നേരിട്ടു. ഈ നഷ്ടങ്ങളെല്ലാം പലപ്പോഴും റഷ്യക്ക് യുദ്ധത്തിൽ ഒരു സമയത്ത് യുദ്ധത്തിൽ കൈവച്ചു പോയാൽ ഇനി ഇതെങ്ങനെ നിർത്തും എന്നുള്ള തരത്തിലേക്ക്
ഈ റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ തന്നെ പലപ്പോഴും ആശങ്കയിലായ സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം രീതിയിൽ റഷ്യക്ക് പിന്നീട് അങ്ങോട്ട് യുദ്ധത്തിൽ ഒരു ചേഞ്ച് സംഭവിച്ചു. ആ ചേഞ്ച് സംഭവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവരിതിനെ ഈ യുദ്ധത്തിൽ എവിടേക്കാണ് പാളിച്ചകൾ പറ്റിയത് എന്നുള്ളത് വിലയിരുത്തി. ആ വിലയിരുത്തലുകളിൽ നിന്നാണ് യുദ്ധത്തിൽ റഷ്യക്ക് പിന്നീട് അങ്ങോട്ട് വിജയിക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പ്രാരംഭമായിട്ട് റഷ്യ ഈ യുദ്ധത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, റഷ്യക്ക് ഓട്ടോണമസ് സിസ്റ്റം ഉപയോഗിച്ച് ആ സിസ്റ്റത്തിലൂടെ പ്രവർത്തിക്കുന്ന യുദ്ധതന്ത്രം, അത് ലൈക്ക് ഡ്രോൺസ്. നമുക്കറിയാം ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ റഷ്യ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ ഡ്രോൺസും മിസൈൽസും ഒക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടും കൂടുതൽ റഷ്യ പ്രധാനമായിട്ടും ഉപയോഗിച്ച ഈ സൈനിക തന്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നടപടി എന്ന് പറയുന്നത്, ഒന്നാമത് വ്യോമാക്രമണം. ആ വ്യോമാക്രമണം നടത്തിയാണ് റഷ്യ യുക്രൈന്റെ വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് റഷ്യ ചെയ്തത് ഒരുപാട് ആംഡ് വെഹിക്കിൾസ് ആൻഡ് ടാങ്ക്സ്, ഇതിനെല്ലാം കൂടി എന്ത് ചെയ്തു, വലിയൊരു കോൺവോയ്സ്, വലിയൊരു സൈനിക വ്യൂഹമായിട്ട് യുക്രൈനുള്ളിലേക്ക് കടത്തിവിട്ടു. അത് റഷ്യക്ക് ഭയങ്കര രീതിയിലുള്ള തിരിച്ചടിയാണ് നൽകിയത്. അതേസമയം റഷ്യ ഈ ഡ്രോൺസുകളും മിസൈൽസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് യുക്രൈനുള്ളിൽ അറ്റാക്ക് നടത്താൻ തുടങ്ങിയിരുന്നെങ്കിൽ റഷ്യക്ക് ഇത്ര വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കത്തില്ല. ഇനി റഷ്യയുടെ ഭീമമായ വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് ഈ യന്ത്രങ്ങളുടെ മാത്രം നഷ്ടമല്ല, അതിഭയാനകമായ രീതിയിലുള്ള സൈനിക നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ റഷ്യക്ക് വലിയ ഭയാനകമായ നമ്പേഴ്സിലുള്ള മിലിറ്ററി പേഴ്സണൽസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോൾജിയേഴ്സിന്റെ എണ്ണം ക്രമാതീതമായി റഷ്യയുടെ കുറഞ്ഞു. റഷ്യക്ക് അതാണ് ഏറ്റവും വലിയൊരു തിരിച്ചടി യുദ്ധത്തിലൂടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണല്ലോ റഷ്യ നോർത്ത് കൊറിയൻ സോൾജിയേഴ്സിനെ ആ ഭാഗത്തേക്ക് ഇൻവൈറ്റ് ചെയ്ത് യുക്രൈനെതിരെ യുദ്ധം ചെയ്തു. ഒരുപക്ഷെ യുക്രൈന് നഷ്ടപ്പെട്ടതിനെക്കാട്ടിയും അതിന്റെ ഡബിൾ റഷ്യക്ക് സോൾജിയേഴ്സിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം റഷ്യ ആദ്യ സമയം തന്നെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത്രയധികം സോൾജിയേഴ്സും ഇത്രയധികം പറയുന്ന യന്ത്രസാമഗ്രികളും റഷ്യക്ക് നഷ്ടപ്പെടുത്തില്ലായിരുന്നു. അത് റഷ്യ ഒന്നാമതായി തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോജിസ്റ്റിക്സും അതേപോലെ തന്നെ സപ്ലൈ ചെയിനും എങ്ങനെ ഒരു യുദ്ധത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് റഷ്യ ഈ യുദ്ധത്തിലൂടെ പഠിച്ചു. നമുക്കറിയാം, ആദ്യം ഈ കോൺവോയ് വരുന്ന സമയത്ത് ഈ കോൺവോയിനെ ഇടയ്ക്ക് വെച്ചിട്ട് യുക്രൈൻ അങ്ങ് തകർത്തു കഴിഞ്ഞിട്ട് ഇവരുടെ സപ്ലൈ ചെയിൻ മുഴുവനും കട്ട് ചെയ്തു. പല പാലങ്ങളും അതേപോലെ തന്നെ തന്ത്രപ്രധാനപരമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം യുക്രൈൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ എല്ലാം ബ്ലോക്കേജ് സൃഷ്ടിച്ചു. അങ്ങനെ വന്നപ്പോഴത്തേന് ഉള്ളിൽ കടന്ന പല റഷ്യൻ ടാങ്ക് വ്യൂഹങ്ങൾക്കും മിലിറ്ററി പേഴ്സൺസിൽ നിന്നും അവർക്ക് വേണ്ടതായിട്ടുള്ള ഫുഡും അതേപോലെ തന്നെ അവർക്ക് വേണ്ടതായിട്ടുള്ള വെപ്പൺസും സപ്ലൈ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ റഷ്യ കുടുങ്ങിപ്പോയ സാഹചര്യമുണ്ട്. ഇത് റഷ്യക്ക് വലിയൊരു അനുഭവമാണ് കൊടുത്തത്. എങ്ങനെ ആയിരിക്കണം ഒരു ശത്രു രാജ്യത്തെ ആക്രമിക്കാൻ പോകുമ്പോൾ, എന്താണ് ശരിക്കും ആ ലോജിസ്റ്റിക്സിലും അതേപോലെ തന്നെ സപ്ലൈ ചെയിനും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് റഷ്യ ഈ യുക്രൈൻ യുദ്ധത്തിലൂടെ പഠിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, റഷ്യയുടെ ഇന്റലിജൻസ് സംവിധാനം വളരെ വളരെ ദുർബലമായിരുന്നു. ശത്രുവിന്റെ മൂവ്മെന്റ്സിനെ പറ്റി യാതൊരു വിധത്തിലുമുള്ള ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണ് പ്രാരംഭ സമയത്തിൽ ഈ റഷ്യ, ഇത്രയും വലിയ സൈനിക ബലമുള്ള ഒരു രാജ്യം, അത് ആ യുദ്ധത്തെ കണ്ടത്, അല്ലെങ്കിൽ ആ രീതിയിലായിരുന്നു ആ യുദ്ധം മുമ്പോട്ട് പോരുന്നത്. അപ്പോൾ ഇന്റലിജൻസ് സംവിധാനം ഏതൊക്കെ തരത്തിലൂടെ സ്ട്രോങ് ആക്കണം എന്നുള്ളതും റഷ്യ ഈ യുക്രൈൻ യുദ്ധത്തിലൂടെ പഠിച്ചു. അപ്പൊ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ വലിയൊരു സൈനിക ശക്തിയാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. ലിമിറ്റഡ് ആയിട്ടുള്ള പല മിലിറ്ററി ഓപ്പറേഷൻസും റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ആ പറയുന്ന ഒരു യുദ്ധ സാഹചര്യം എന്ന് പറയുന്നത് റഷ്യക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ
റഷ്യ ഈ യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ വളരെ വലിയൊരു പരാജയമായിരുന്നു. ആ പരാജയത്തിന്റെ ആദ്യ 3 കാരണങ്ങൾ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത 4ാമത്തെ കാരണം എന്താണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അടുത്തായിട്ട് എന്താ പറഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മിഷൻ കമാൻഡ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. പല റഷ്യയുടെ കമാൻഡർമാരും മിലിറ്ററി ജനറൽമാരും പലപ്പോഴും ഈ യുദ്ധം സക്സസ്ഫുള്ളി നയിക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞില്ല. കൃത്യമായ രീതിയിലുള്ള കമാൻഡ്സ് കൊടുക്കാനും അത് യുദ്ധത്തിൽ വലിയ രീതിയിൽ ശത്രുവിനെ ഒരു വെല്ലുവിളിയാക്കി തീർക്കാനും പലപ്പോഴും കഴിഞ്ഞില്ല. പലപ്പോഴും ഈ റഷ്യൻ മിലിറ്ററി ജനറൽമാരും അതേപോലെ തന്നെ കമാൻഡേഴ്സും സോൾജിയേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിലിറ്ററിയുടെ തലപ്പത്തിരിക്കുന്നവർ കൊടുക്കുന്ന കമാൻഡുകൾ കൃത്യമായിട്ട് ഈ പറയുന്ന സോൾജിയേഴ്സിന്റെ അടുക്കൽ എത്തുന്നില്ലായിരുന്നു. അതും വലിയൊരു പരാജയമായിരുന്നു റഷ്യക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് റഷ്യ കമാൻഡർമാരെയും അതേപോലെ മിലിറ്ററി ജനറൽമാരെ തന്നെ മാറ്റി. അപ്പോൾ റഷ്യക്ക് ഒരുപാട് മിലിറ്ററി പേഴ്സണൽസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണൽസ് ലൈക്ക് കമാൻഡേഴ്സും മിലിറ്ററി ജനറൽമാരെ വരെ നഷ്ടപ്പെട്ടതായിട്ടുള്ള സാഹചര്യം ഈ റഷ്യ യുക്രൈൻ വാറിൽ ഉണ്ടായിട്ടുണ്ട്. അത് കനത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് റഷ്യക്ക് നൽകിയതെന്ന് മാത്രവുമല്ല, ഒരു ഘട്ടത്തിൽ റഷ്യക്ക് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തന്നെ ഉണ്ടായി. തുടർന്ന് ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? അപ്പോൾ അത് വളരെ വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നം റഷ്യയുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ചു നിന്നു. കഷ്ടിച്ച് പല സാഹചര്യങ്ങളിലും റഷ്യ ഈ യുക്രൈൻ യുദ്ധത്തിൽ പിടിച്ചു നിന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത്രയും സൈനികപരമായിട്ട് ദുർബലമായ ഒരു രാജ്യമാണ് യുക്രൈൻ. ആ യുക്രൈന് മുമ്പിൽ ലോകത്തിലെ 2ാമത്തെ സൈനിക ശക്തിയായ റഷ്യയുടെ മുട്ടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതായിട്ടുള്ള സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറയുമ്പോൾ പലർക്കും അത് വിശ്വസിക്കാൻ കഴിയത്തില്ല. അത് അവിശ്വസനീയമായ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ റഷ്യയുടെ പരമാവധി ആയുധങ്ങൾ അവർ ഉപയോഗിച്ച് കഴിഞ്ഞു. വളരെ വലിയ രീതിയിലുള്ള ആയുധങ്ങളുടെ ഷോർട്ടേജാണ്. ആ ഷോർട്ടേജ് വരാനുള്ള കാരണവും റഷ്യയുടെ ഈ യുദ്ധതന്ത്രങ്ങൾ പാളിയത് തന്നെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പ്രാരംഭഘട്ടത്തിൽ വില കുറഞ്ഞ ആയുധങ്ങൾ, ഡ്രോൺസും മിസൈൽസും ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വില കുറഞ്ഞ റോക്കറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് യുക്രൈനെ ആക്രമിച്ചിരുന്നു എങ്കിൽ റഷ്യക്ക് ഇത്രയും വലിയ രീതിയിൽ സോൾജിയേഴ്സ് നഷ്ടപ്പെടുന്നില്ല, യന്ത്രസാമഗ്രികൾ നഷ്ടപ്പെടുന്നില്ല, ഇത്രയും വലിയൊരു ഹ്യൂജ് ഒരു എമൗണ്ട് മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ടും റഷ്യക്ക് വരത്തില്ല. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ റഷ്യ ഇപ്പോൾ ഒരു ദാരിദ്ര്യ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരം തിരിച്ചറിവ് റഷ്യക്ക് ഉണ്ടായപ്പോഴാണ് അവർ നോർത്ത് കൊറിയയുടെ കയ്യിൽ നിന്നും ചൈനയുടെ കയ്യിൽ നിന്നും അതേപോലെ ഇറാന്റെ കൈവശം നിന്നും ഡ്രോണുകളും മിസൈൽസും ഇങ്ങനെ യുദ്ധ ആവശ്യങ്ങൾക്കായിട്ടുള്ള ആയുധങ്ങൾ അവർ വാങ്ങാൻ വേണ്ടി തുടങ്ങിയത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ട്. സാത്താൻ 2 പോലെയുള്ള വളരെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽസ്, ന്യൂക്ലിയർ വെപ്പൺസ്, വാർഹെഡ്സ് ഒക്കെ മൾട്ടി ലോഞ്ചിങ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന അത്തരം ശക്തമായ ആയുധങ്ങൾ അവരുടെ കൈവശമുണ്ട്. അത് നമ്മളൊന്നും അല്ല എന്ന് പറയുന്നില്ല. മാത്രമല്ല അത്തരം ആയുധങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഇത്തരം ചെറിയ ഒരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യുവാനൊന്നും ഒരു രാജ്യത്തിനും കഴിയത്തില്ല. തത്വത്തിൽ അത് റഷ്യയുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി റഷ്യ കൈവശം വെച്ചിരിക്കുന്നു എന്നതിലുപരിയായി ഇതൊന്നും എടുത്ത് ഒരു രാജ്യത്തിനെതിരെ അത്ര ഈസി ആയിട്ട് പ്രയോഗിക്കാൻ കഴിയത്തില്ല. അത് റഷ്യക്ക് മനസ്സിലായത് റഷ്യ പ്രാരംഭഘട്ടത്തിൽ അവരുടെ വിലപ്പെട്ട ആയുധങ്ങൾ പലതും എടുത്തുപയോഗിച്ചു. അതൊന്നും കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചില്ല എന്ന് മാത്രവുമല്ല, ഒരു ആയുധ ഷോർട്ടേജും റഷ്യക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ വാർത്ത ലഭിക്കുന്നത് റഷ്യ ഇപ്പോൾ ചൈനയുടെ എയർക്രാഫ്റ്റുകളെ, ഫൈറ്റർ ജെറ്റ്സുകളെ ഇപ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ട് ചൈനയുമായിട്ട് കൂടിയാലോചന നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നോക്കിക്കാട്ടെ എത്രത്തോളം പ്രശ്നമാണ് റഷ്യക്ക് ഇതിലൂടെ ഉണ്ടായത് എന്നുള്ളത്. അപ്പോൾ ഇത്തരം തിരിച്ചറിവുകൾ റഷ്യക്ക് ഉണ്ടായപ്പോൾ റഷ്യ നയങ്ങൾ മാറ്റിപ്പിടിക്കുന്നു, യുദ്ധതന്ത്രം മാറ്റിപ്പിടിക്കുന്നു. അത്തരം രീതിയിലുള്ള ആക്രമണങ്ങൾ റഷ്യ നടത്താൻ തുടങ്ങിയപ്പോഴാണ് റഷ്യക്ക് ഈ യുദ്ധത്തിൽ ഒരു മേൽക്കൈ ഉണ്ടായത്. അല്ല വീണ്ടും സൈനികരെ ഉപയോഗിച്ചുകൊണ്ട് യുക്രൈനെതിരെ ആയുധങ്ങളുമായി അവരെ യുദ്ധത്തിന് വിട്ടിരുന്നെങ്കിൽ
റഷ്യ ഈ യുദ്ധം നിർത്തി ഒരു പരാജയ അവസ്ഥയിലേക്ക് പിന്മാറി പോകേണ്ടതായിട്ട് വന്നിരുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾക്കറിയാം, ആദ്യം ഡ്രോൺസും മിസൈൽസും ഒക്കെ ഉപയോഗിച്ചു റഷ്യ യുക്രൈന് മേൽ ആക്രമണം നടത്തി ഒരു പരിധിവരെ യുക്രൈനെ തകർച്ചയിലേക്ക് തള്ളിവിട്ടതിനു ശേഷം പിന്നീട് റഷ്യ കരയാക്രമണം നടത്തി, വ്യോമാക്രമണവും കരയാക്രമണവും നടത്തിക്കൊണ്ട് യുക്രൈനെ സൈനികപരമായി നേരിട്ടിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഇത്രത്തോളം നീണ്ടു പോകത്തില്ലായിരുന്നു. മാത്രവുമല്ല, റഷ്യക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും സൈനികരുടെ എണ്ണത്തിൽ ഭീമമായ ഒരു കുറവ് സംഭവിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങളൊന്നും വന്നെത്തത്തില്ലായിരുന്നു. ശത്രു രാജ്യം ഏതൊക്കെ തരം ആയുധങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ആക്ട് ചെയ്യും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ റഷ്യ സത്യം പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ മനസ്സിലാക്കിയില്ല എന്നുള്ളത്. ഈ ലാസ്റ്റ് റഷ്യയുടെ ഒരു 5 എയർബേസുകൾ ആക്രമിച്ചു യുക്രൈൻ. അത് വളരെ സിമ്പിളായിട്ട് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ സോൾജിയർ പോലും റഷ്യയുടെ മണ്ണിൽ കടന്നില്ല എന്നുള്ളതാണ് ഈ ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട്. ഒരു എയർക്രാഫ്റ്റുകളോ ഒന്നും തന്നെ യുക്രൈന് നഷ്ടമായില്ല. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ ചെലവിൽ റഷ്യക്കുള്ളിൽ കടന്നുകൊണ്ട് അതിമാരകമായിട്ടുള്ള ആക്രമണങ്ങൾ റഷ്യയിൽ നടത്തി എന്നത് മാത്രമല്ല, റഷ്യയുടെ 41ഓളം വരുന്ന അത്യാധുനിക സൈനിക വിമാനങ്ങളും എയർലി വാർണിംഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള എയർക്രാഫ്റ്റുകളും ഒക്കെ നഷ്ടപ്പെട്ടു. ഒരുപാട് റഷ്യയുടെ ആ എയർബേസിൽ ആയുധങ്ങൾ നഷ്ടപ്പെട്ടു, മിസൈൽസ് നഷ്ടപ്പെട്ടു, ഡ്രോൺസ് നഷ്ടപ്പെട്ടു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു യുദ്ധത്തിൽ ഈ ഓട്ടോണമസ് ആയിട്ടുള്ള ഡ്രോൺസും അതേപോലെയുള്ള മറ്റ് യുദ്ധതന്ത്രങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ ഒരു രാജ്യം കൈവരിക്കുന്നത്. ഇതൊക്കെ റഷ്യ ഈ യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ മനസ്സിലാക്കിയില്ല എന്ന് മാത്രവുമല്ല, അത്തരം രീതിയിലുള്ള യാതൊരു ചിന്തയും റഷ്യക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ യുക്രൈൻ ആ കാര്യത്തിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയെന്ന് മാത്രവുമല്ല, പരമാവധി കോസ്റ്റ് കുറച്ചുകൊണ്ട് യുദ്ധത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് ഒരുപക്ഷെ വെസ്റ്റിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടും യുക്രൈൻ ആ കാര്യത്തിൽ പരമാവധി വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെയാണ് യുക്രൈന് ഇത്രത്തോളം ഈ യുദ്ധത്തിൽ പിടിച്ചു വയ്ക്കാൻ വേണ്ടി സാധിച്ചത്. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. അവർ സാമ്പത്തികപരമായിട്ട് വളരെ വീക്കാണ്. റഷ്യ ഇത്രയും സാങ്ഷൻസും കാര്യങ്ങളും ഒക്കെ അവർക്കുണ്ടെങ്കിലും അവരുടെ എണ്ണയും അതേപോലെ മറ്റ് ആയുധ കച്ചവടമൊക്കെ അവർക്കുള്ളത് കൊണ്ട് അവർ ഒരുമാതിരിയൊക്കെ പിടിച്ചു എന്ന് പോകുന്നു. ഈ യുദ്ധം അവർക്ക് ഉണ്ടാക്കി കൊടുത്ത നഷ്ടം എന്ന് പറയുന്നത് അതിഭയാനകമാണ്. ഞാനത് പിന്നെയും ആവർത്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും കഠിനമായ സാഹചര്യത്തിലൂടെയാണ് റഷ്യ ഇപ്പോൾ കടന്നു പോകുന്നത്. ആ റഷ്യയെക്കാട്ടിയും എത്രയോ സാമ്പത്തികപരമായിട്ട് ദുർബലമായ രാജ്യമാണ് യുക്രൈൻ. എന്നാലും യുക്രൈൻ ഈ 3 വർഷവും കഴിഞ്ഞ് അതേപോലെ ഒരു 100 ദിവസവും പിന്നിട്ടിരിക്കുന്നു. ഇത്രത്തോളം ഡ്യൂറേഷൻ ലെങ്തി ആയിട്ടുള്ള ഒരു വാർ ഒരു രാജ്യം ചെയ്യാന്ന് പറയുമ്പോൾ അതിനെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു സിറ്റുവേഷൻ എല്ലാം അതിജീവിക്കാൻ വേണ്ടിയിട്ട് യുക്രൈന് കഴിഞ്ഞത്, യുക്രൈൻ്റെ യുദ്ധതന്ത്രം അത് പലപ്പോഴും വിജയമായിരുന്നു എന്നുള്ളതാണ്. അത് കനത്ത പ്രഹരമാണ് റഷ്യ പോലുള്ള ഒരു രാജ്യത്തിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധതന്ത്രങ്ങൾക്കും ഉപയോഗിക്കുന്ന ആയുധങ്ങൾക്കും ഒക്കെ അതിനകത്ത് കൃത്യതയുണ്ട് എങ്കിൽ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരു രാജ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രാജ്യത്തിന് പരമാവധി ആ യുദ്ധത്തിൽ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ യുദ്ധത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇരുപക്ഷങ്ങൾക്കും ഈ യുദ്ധം വലിയ പാഠമാണ് കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും ചെറിയ രാജ്യം ലോകത്തിലെ 2ാമത്തെ സൈനിക ശക്തിയായിട്ടുള്ള റഷ്യയെ ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ യുദ്ധം യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവരെത്ര തന്ത്രപരമായിട്ടാണ് യുദ്ധത്തെ കൈകാര്യം ചെയ്തത്. ഈ ശരിക്കും പറഞ്ഞ യുദ്ധം റഷ്യയെക്കാട്ടിയും കൂടുതൽ നേട്ടം അത് സമ്മാനിച്ചിരിക്കുന്നത് യുക്രൈനാണ്. അത്തരം രീതിയിൽ ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് റഷ്യ വരേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായതും പ്രാരംഭഘട്ടത്തിൽ റഷ്യ കാണിച്ച പല മണ്ടത്തരങ്ങളുമാണ് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു റിയാലിറ്റിയാണ്. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി റഷ്യ തുടങ്ങിയപ്പോഴാണ് റഷ്യക്ക് വിജയം നേടാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.
എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞ കുറച്ച് പോയിന്റുകൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു 3-4-5 പോയിന്റുകളാണ് ഞാൻ പ്രധാനപ്പെട്ട പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. അത് മനസ്സിലാക്കി റഷ്യ തിരിച്ചറിവോടുകൂടി യുദ്ധത്തിലേക്ക് മടങ്ങി വന്നതാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വിജയകരമായ ഒരു തരത്തിൽ പറഞ്ഞാൽ വിജയമെന്ന് ഞാൻ 100% പറയുന്നില്ല. പക്ഷെ അവർ ഈ യുദ്ധത്തിൽ സർവൈവ് ചെയ്തു. അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ റഷ്യ നാണം കെട്ടുപോയേനെ. ഇത്രയും ചെറിയ രാജ്യത്തിന്റെ ഒരു ഭൂപ്രദേശം പോലും പിടിച്ചടക്കാൻ കഴിയാതെ വളരെ വലിയ നഷ്ടങ്ങൾ വരുത്തി വെച്ചതിന് റഷ്യക്കുള്ളിൽ തന്നെ പുടിനും ലോകരാജ്യങ്ങളുടെ മുമ്പിലും പുടിൻ നാണം കെട്ട് തലകുനിച്ച് നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായേനെ. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. യുക്രൈൻ ഇപ്പോൾ പല പ്രദേശങ്ങളും നഷ്ടപ്പെടുന്നു. ഇനി വലിയ രീതിയിൽ നാറ്റോ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും സപ്പോർട്ട് യുക്രൈന് ലഭിക്കുന്നില്ല എങ്കിൽ യുക്രൈൻ ഈ സാഹചര്യത്തിൽ റഷ്യയുടെ മുമ്പിൽ ആ യുദ്ധം അടിയറവ് പറയേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായി നമ്മൾ കാണാം. അതുവരെ ബൈ.